നമസ്കാരം. IFBHന്റെ 2174 ദിന വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഹരിഹരൻ സാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, IFBH തുടങ്ങിയ കാലം മുതൽ തന്നെ സാറ് ആക്റ്റീവായിട്ട് നമ്മുടെ സൂമിൽ എത്താറുണ്ട്. ഈ സൂമിന്റെ സവിശേഷതകളും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സീനിയർ ഡോക്ടർമാരാണ് ഈ സൂമിനെ നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ ഏത് സംശയത്തിനും ഉത്തരം പറയാൻ പറ്റിയ ധാരാളം പേർ ഈ വേദിയിലുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയും നിങ്ങളെ നല്ല ഒരു ഡോക്ടറായിട്ട് വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി IFBHനുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതി പ്രചരിപ്പിക്കുക, ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അബദ്ധ ധാരണകൾ മാറ്റുക, പൊതുജനങ്ങളിൽ ഹോമിയോപ്പതി എത്തിക്കുക, ഇതൊക്കെ നമ്മുടെ ദൗത്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മുടേതായ കേസുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പൊതുജന മധ്യത്തിൽ എത്തിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം IFBH നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടികളിൽ നമ്മൾ ഇതിനോടകം തന്നെ 4001-ലധികം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഹോമിയോപ്പതി സമൂഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന? 1 മണിക്കൂർ ദൈർഘ്യമുള്ള 4101 വീഡിയോ ഇന്നിപ്പോ 4005 മാറിയിട്ടുണ്ട്. അപ്പൊ 4005 വീഡിയോ വരെ ഒരു ഒരു ഫോറം ഇങ്ങനെ നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഒരു വലിയ ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള എന്തും അറിയാം. അതായത് ഓരോ ഡോക്ടർമാരും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെന്താണ് ചെയ്യുന്നത്, സത്യമായിട്ടാണ് പറയുന്നത്. ഇവിടെ ആരും ഒന്നും മറച്ചു വെച്ച് പറയുന്നില്ല. അവരുടെ സ്വന്തം അനുഭവങ്ങളാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും അവരുടെ സക്സസ്ഫുൾ സ്റ്റോറീസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിരിക്കുകയും അതുവഴി ഹോമിയോപ്പതിയിൽ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് തന്നെ ഇതിനെ സാധാരണക്കാരിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിരന്തരമായ പരിശ്രമം ആവശ്യമുണ്ട്. നമ്മൾ എത്രയോ പേര്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനോജ് ഡോക്ടറും നമ്മുടെ ഷാജി കുടിയ ഡോക്ടറും അജിനി ഡോക്ടറും അതുപോലെ ശൈല ഡോക്ടറും അറിയാമ്മ ഡോക്ടറും ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് കൊണ്ട് ആണ്. അതുപോലെ ഷാലു രാജനാണെങ്കിലും അതുപോലെ നമ്മുടെ കിരൺചന്ദ് ആണെങ്കിലും ഹരികുമാർ ഡോക്ടർ ആണെങ്കിലും എല്ലാവരും നിരന്തരമായിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി അവരുടെ അറിവുകൾ അവരെന്ത് ചെയ്യുന്നു അത് സത്യമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് IFBHലോട്ട് വരുന്നുണ്ട്? അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മളിത് നിത്യേന നടത്തിക്കൊണ്ടു പോകുന്ന പരിപാടി ആയതുകൊണ്ട് ഇത് തുടരണം, ഇത് തുടർന്ന് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഇപ്പൊ പഴയ പോലെയല്ല, നമുക്ക് ഒത്തിരി ചെലവുകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ള ഒരു സാമ്പത്തിക സഹായം എല്ലാവരും, ഇപ്പൊ ഞങ്ങള് IFBHന്റെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ, അതായത് നമ്മളാരും പെർമനന്റ് ആൾക്കാരല്ല, ഒന്നൊരു മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും മിനിമം 6000 രൂപ വെച്ച് ഞങ്ങൾ അടയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൂടാതെ മറ്റുള്ള അവസരങ്ങളിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു സംഭാവന ഇതിനു വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിയുന്നത് കൃത്യമായിട്ട് എല്ലാ മാസവും അത് ചെയ്യാൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്കാനർ കോഡും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലോട്ട് റെസ്പോൺസ് വരുന്നത് വളരെ ചുരുക്കം പേരിൽ നിന്ന് മാത്രമാണ്. അപ്പൊ അത് മാറ്റിയിട്ട് എല്ലാവരും അത് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം. ഇനിയും ഒത്തിരി ഡോക്ടർമാരെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൂട്ടായിട്ട്. ഇനി അധികം ഒത്തിരി പേര് നമ്മുടെ മുന്നിലെത്തും. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈനംദിനമായിട്ട് ഇടപെടുന്നുണ്ട്. അതിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. നന്ദി. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഹരിഹരൻ സാറാണ്. സാറ് ആലപ്പുഴ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. സാറിന്
50 വർഷത്തോളം ചികിത്സാ പരിചയം ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ക്രോണിക് കേസുകളിൽ സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസും സാറിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ISK എന്ന സംഘടന തുടങ്ങിയ കാലത്ത് അതിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. എല്ലാ ആഴ്ചകളിലും അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുകയും ഒത്തിരി അറിവുകൾ അന്ന് കൊടുക്കുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നാൾ സാറിന് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പറ്റാതെ വന്നു. പക്ഷേ ഇപ്പം IMBHൽ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിവിധ വിഷയങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇപ്പോഴെടുക്കുന്ന പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെ വിവിധ തരം പ്രിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ചെയ്യാവുന്നത്, അതിനെന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാവാം, സാറ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ്, ഇത് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ലക്ഷ്യം. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഏത് സംശയവും സാറിനോട് ചോദിക്കാം. ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. ക്ലാസ്സിലോട്ട് സ്വാഗതം സാർ. ഓക്കെ, താങ്ക് യു. ഇപ്പം സ്വാതന്ത്ര്യ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നാളെ. ആദ്യമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഞാൻ എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആദ്യമായിട്ട് പറയട്ടെ. നമ്മളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആദരിക്കുന്നതുമായ വ്യക്തിത്വം മഹാത്മജിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ജീവത്യാഗം ചെയ്ത ധാരാളം പേര് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. ഭഗത് സിംഗ്, രാജഗുരു, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉണ്ട്. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെയെല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ശ്രമഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുമെല്ലാം ഓർമ്മിച്ചുകൊണ്ടും അവരെ ആദരിച്ചുകൊണ്ടും നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നിപ്പം എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഈ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. ഈ പ്രോട്ടോകോൾ എപ്പോഴാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ക്ലാസിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ചിലപ്പോൾ. അതായത് ഇതെങ്ങനെ ചെയ്യും, ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെനിക്ക് പറ്റുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള റെമഡി കിട്ടുന്നില്ലല്ലോ, ക്ലാസിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ എനിക്കൊരു എക്സാക്റ്റ് റെമഡി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴും, അതുപോലെ തന്നെ ഒരു എമർജൻസി പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നത് പ്രോട്ടോകോൾസ്. ഞാനിത് 35 വർഷമായിട്ട് ഒരു 35 വർഷമായിട്ട് പരീക്ഷിച്ച, ഞാൻ അനുഭവിച്ച ധാരാളം ക്യൂറുകൾ, ആ പ്രോട്ടോകോൾസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വിപരീത അഭിപ്രായമുണ്ടാകാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് 1-2 പറഞ്ഞു. പിന്നെ അടുത്തത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് PCOS കുറിച്ചാണ്. പോളിസിസ്റ്റിക് ഓവറി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് PCOS കുറിച്ച് അറിയാം. പക്ഷെ ഞാനത് PCOS ഉള്ള ഒരു സ്ത്രീ വരുവാണ്, ഞാൻ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ അതാണ്. ആദ്യമായിട്ട് ഞാൻ ആ പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ആദ്യമായിട്ട് ചെയ്യുന്ന അതാണ്, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ പ്രോട്ടോകോള് ചില മെഡിസിൻസ് ഞാൻ ഉപയോഗിക്കും. അത് സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും
കിട്ടിയിരിക്കുന്നത് എനിക്ക് പൾസാറ്റിലെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഈ PCOS റെമഡി ഒരു ക്ലാസിക്കൽ മെഡിസിൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പൾസാറ്റിലെയാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 60-70% ഓളം പൾസാറ്റില പേഷ്യൻസിനെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന മെഡിസിൻ പൾസാറ്റില 6X TDS ആയിട്ട് കൊടുക്കും. പൾസാറ്റില നിങ്ങളെ കുറിക്കാൻ വേണ്ടി ഞാൻ സാധാരണ പറയത്തുള്ളൂ. പൾസാറ്റില 6X TDS ആയിട്ട് കൊടുക്കും. പിന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണും മിക്കവാറും. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടിഞ്ചർ സിനാമൺ ടിഞ്ചറാണ്. അത് 15 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കും, സിനാമൺ ടിഞ്ചർ. പിന്നെ കാൽക്കേരിയ ഫ്ലൂർ 6X അതും 1 ഗ്രെയിൻ ടാബ്ലറ്റ് TDS ആയിട്ട് 5 എണ്ണം വെച്ച് കൊടുക്കും. പിന്നെ ഈ പൾസാറ്റില 6X കൊടുക്കുമ്പോൾ പോലും ഞാൻ പൾസാറ്റില 10 1 ഡോസ് വീക്കിലി കൊടുക്കും. 1 ഡോസ് വീക്കിലി. അതെൻ്റെ ഒരു റെഗുലർ പ്രാക്ടീസ് ആണ്. ഞാൻ എപ്പോഴെങ്കിലും ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ലോവർ പൊട്ടൻസിയും കൂടെ കൊടുക്കാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം അഗ്രവേഷൻ കുറയ്ക്കുന്നതായിട്ട് ഞാൻ കാണാം. അതുകൊണ്ട് ഞാൻ ഈ ഹയർ പൊട്ടൻസി കൊടുക്കുന്നതിൻ്റെ പൾസാറ്റില 6X ഞാൻ പറഞ്ഞു, പക്ഷേ പൾസാറ്റില 10 ഞാൻ 1 ഡോസ് വീക്കിലി കൊടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തില് റെഗുലർ എക്സർസൈസ് അത് കമ്പൽസറി ആണ്. റെഗുലർ എക്സർസൈസ് അതായത് നടത്തമോ സ്കിപ്പിംഗ് ആണ് അതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അവരുടെ സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ അവരുടെ ഈ യൂട്രസിന്റെ ഏരിയയിൽ നല്ല ഒരു എക്സർസൈസ് വരികയും ധാരാളം ബ്ലഡ് ഫ്ലോ ഉണ്ടാകുകയും ഒക്കെ സംഭവിക്കും. പിന്നെ എപ്പോഴും നമ്മൾ PCOSന് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ പാരാമീറ്റേഴ്സ്, അതായത് LH നോക്കണം, FSH നോക്കണം, ടെസ്റ്റോസ്റ്ററോൺ നോക്കണം, പ്രൊലാക്റ്റിൻ നോക്കണം, AMH നോക്കണം, പിന്നെ പ്രൊജസ്ട്രോൺ നോക്കണം, ഈസ്ട്രജൻ നോക്കണം. ഇവയെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ നോട്ട് കാണുകയാണെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാവുന്ന സിസിജിയൻ ടിഞ്ചർ കൊടുക്കാം. അതുപോലെ തന്നെ നാട്രൻ സൾഫ് 12X കൊടുക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ഞാൻ ഡയബറ്റിക് പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരു പ്രോട്ടോകോള് ലൈക്കോപോഡിയം 10 ഒരു ഡോസ് കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ലൈക്കോ 6C കൂടെ TDS ആയിട്ട് കൊടുക്കാറുണ്ട്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മൾ ഈ ഇൻസുലിൻ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ബോധ്യമാകുകയാണെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പം പൾസാറ്റിലെ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുക്കുക. അത് മേ ബി അത് കാൽക്കേരിയ കാർബ് ആയിരിക്കും. ചിലപ്പോൾ കാൽക്കേരിയ കാർബിന് ഇതുപോലെ തന്നെ വരാറുണ്ട്. ഒരു PCOS ഞാൻ ധാരാളം കാണാറുണ്ട്. അതായത് വണ്ണം നന്നായിട്ട് കൂടി ഫാറ്റി, ഫ്ലാബി, സ്വെറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ, അതായത് കാൽക്കേരിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ഇതേ സ്ഥാനത്ത് തന്നെ കാൽക്കേരിയ കാർബ് 10 നമുക്ക് കൊടുക്കാം. അപ്പൊ പൾസാറ്റിന്റെ സ്ഥാനത്ത് കാൽക്കേരിയ കാർബ് കൊടുക്കാം. അത് അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു 6 monthsനകം PCOS മാറി എന്നാണ് എൻ്റെ എനിക്കൊരു അനുഭവമുള്ളത്. പിന്നെ അടുത്തത് PCODയുടെ ഞാൻ പിന്നെ പറയാം. സ്പോണ്ടിലോസിസ്. ഈ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണല്ലോ. അതായത് എന്നും നടുവേദന. ഈ പേഷ്യൻസ് എന്നും നടുവേദനയായിരിക്കും. അത് ചിലപ്പോൾ സെർവിക്കൽ റീജിയനിലായിരിക്കും, ചിലപ്പോൾ ലെംബാർ റീജിയനിലായിരിക്കും, ചിലപ്പോൾ കോക്സിസ് റീജിയനിലായിരിക്കും. അവിടെയൊക്കെ ഇത് സ്പോണ്ടിലോസിസ് ഉണ്ടാകുന്നത്. പിന്നെ ഈ സെർവിക്കൽ വെർട്ടിബ്രയിലാണ് മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടാകുന്നത്. സെർവിക്കൽ വെർട്ടിബ്രയിലാണ്.
അത് അറിയാനായിട്ടൊരു പ്രത്യേക ടെക്നിക് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഈ കാണാമെങ്കിൽ കണ്ടോളൂ. ഈ കൈ ഇങ്ങനെ ഈ രീതി വെപ്പിക്കണം. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചോണ്ട് അത് നമ്മൾ പിടിച്ച് തന്നെ വെച്ച് കൊടുക്കണം. കാണാമായിരിക്കും, പിടിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പെടലി ഇങ്ങനെ ഒരു സൈഡിലോട്ട് തിരിക്കാൻ പറയും. എന്നിട്ട് അവരുടെയൊക്കെ ചോദിക്കണം, എവിടെയെങ്കിലും നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അവർ ചിലപ്പോൾ പറയും എനിക്ക് ഇടത്ത് വശത്ത് വേദനയുണ്ട് എന്ന് പറയും. അപ്പൊ വലത്ത് വശത്തോട്ട് തിരിക്കാൻ പറയാം. വലത്ത് വശത്തോട്ട് തിരിക്കുമ്പോൾ ഒരു വേദന ഇല്ല എന്ന് പറയുമെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെയാക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ കൈ മറ്റേ കൈ എടുത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് പെടലി ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ പറയണം. എന്നിട്ട് അതേ ഈ പെടലിയുടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഈ തള്ളവിരൽ വെച്ച് ശരിക്കൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ വേദന ഉണ്ടെന്ന് പറയുന്ന ഭാഗത്ത് അവർ അയ്യോ എന്ന് പറയും. അതായത് അത്രയ്ക്ക് വേദനയുണ്ട്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം അത് സ്പോണ്ടിലോസിസ് തന്നെയാണ് എന്ന് നമ്മൾ അവർക്ക് കൺഫേം ചെയ്യാം. അത് ഇല്ലെങ്കിൽ നമുക്ക് MRI എടുത്താലും കിട്ടുക. MRI എടുത്താൽ അവരെ കൊണ്ട് അത്രയും പൈസ ഒന്നും മുടക്കിക്കേണ്ട കാര്യമില്ല. കാര്യം ഇന്നത്തെ രീതി എന്താന്ന് വെച്ചാൽ ചെറിയ കാര്യത്തിന് വരെ ചെല്ലുമ്പോൾ MRIയും ഒക്കെ എടുത്ത് രോഗികളുടെ പണം അങ്ങനെ ആ രീതിയിൽ വിടുക. നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കാണും ഡിസ്ക് പ്രൊലാപ്സോ ഇല്ലെങ്കിൽ സ്പോണ്ടിലോസിസോ ഒക്കെ എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഇത് ഇമ്മീഡിയറ്റ് റിലീഫിന് വേണമെങ്കിൽ അവരൊക്കെ പറയാം കോളർ ഉപയോഗിച്ചോളാൻ പറയാം. അപ്പം അപ്പോഴും പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടും. ഇവിടുത്തെ സ്പാസം റിലീസ് ചെയ്യുകയും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഇപ്പൊ ധാരാളം കാണുന്നത് ഈ സ്കൂട്ടർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഞാനിത് കാണാം. അവരുടെയൊക്കെ സ്കൂട്ടർ മാറ്റാൻ പറയും. കാര്യം അത് ഒരു മെയിൻറ്റെയിനിങ് കോസ്റ്റ് ആണ്, അത് മാറ്റാൻ പറയും. എന്നിട്ട് ഈ മെഡിസിൻ, ഞാൻ പറഞ്ഞ രീതിയിലുള്ള മെഡിസിൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന 95% കുറവ്. അത് ഞാൻ പറയാം. കാൽക്കേരിയ ഫോസ് 1 ഡെയിലി ഒരു ഡോസ് വെച്ച് കൊടുക്കും. 1 ഡെയിലി ഒരു ഡോസ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കാൽക്കേരിയ ഫോസ് 6x 1 ക്രെയിൻ ടാബ്ലറ്റ് 5 എണ്ണം വെച്ച് 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. പിന്നെ മാക്ഫോസ് 6x 5 ടാബ്ലറ്റ് വെച്ച് 5 ടാബ്ലറ്റ് മോർണിംഗ്. കാലിമൂർ 6x, ശ്രദ്ധിച്ച് കേട്ടോണം, കാലിമൂർ 6x 5 ടാബ്ലറ്റ് ഉച്ചയ്ക്ക്. കാൽക്കേരിയ ഫ്ലൂർ 6x 5 ടാബ്ലറ്റ് നൈറ്റ്. അപ്പം 3 എണ്ണം ആയില്ലേ. 4 എണ്ണം കാൽക്കേരിയ ഫോസ് ആയി, മാക്ഫോസ് ആയി, കാലിമൂർ ആയി, കാൽക്കേരിയ ഫ്ലൂർ ആയി. അടുത്ത മരുന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഈസ് ലെക്കനാന്തസ്. ലെക്കനാന്തസ് 30 TDS ആയിട്ട് കൊടുക്കണം, 3 നേരം വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ കാൽക്കേരിയ ഫോസ് 0/3 ഒരു ഡോസ്, അതായത് 4 ചെറിയ പില്ലറ്റ്, 1 ലിറ്റർ ഓഫ് വാട്ടർ. അവർ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്നതാണെങ്കിൽ അവരുടെയൊക്കെ പറയണം ഒന്നും ഇട്ട് തിളപ്പിച്ച വെള്ളമാവരുത്. ഒരു 4 പിൽസ് ഒരു പൗഡർ അതിനകത്ത് ഇടാൻ പറയണം. നമ്മൾ 7 പൗഡർ കൊടുക്കുമെന്ന് വിചാരിച്ചു, 2 ആഴ്ചത്തേക്കാണ് 14 പൗഡർ, 7 പൗഡർ കൊടുക്കും. ഈ 7 പൗഡറിൽ ഒരു പൊടി നിങ്ങളുടെ വെള്ളത്തിനകത്ത് ഇടുക. അപ്പൊ അത് അലിക്കും. അത് അലിത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ത്രൂ ഔട്ട് ദി ഡേ ആസ് ഡിസൈഡ് നിങ്ങൾ തോന്നിയ പോലെ തന്നെ കുടിക്കാം. അതിന് ഇത്ര സമയമൊന്നുമില്ല. വയ്യാറാകുമ്പം വെള്ളം തീർന്നിരിക്കണം. അഥവാ ഇടയ്ക്ക് വെച്ച് വെള്ളം തീരുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൊടി ഇടാം, കുഴപ്പം. പിന്നെ വേദന കൂടുതലാണെന്ന് വിചാരിച്ചോളുക. വേദന കൂടുതലാണെങ്കിൽ അവരുടെ കയ്യിൽ മാക്ഫോസ് 3x, അതായത് റിക്വിക്കിന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഷാബയുടെ ഉപയോഗിക്കും. അതിന്റെ മാക്ഫോസ് 3x നോട്ട് 6x, അത് പ്രത്യേകം ഓർത്തോണം. 3x 10 ടാബ്ലറ്റ്സ് വേദന ഉള്ളപ്പോൾ അവർക്ക് TDS ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 2 hourly കഴിക്കാം,
വേദന കൂടുതലുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ കഴിക്കാം. 2 or 3 പ്രാവശ്യം കഴിച്ചു കഴിയുമ്പം തന്നെ വേദന കുറയും. ഈ മാക്രോസ് 3x നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എല്ലാത്തിനും ഉപയോഗിക്കാം. ചെവി വേദനയ്ക്ക് ഉപയോഗിക്കാം, വയറുവേദനയ്ക്ക് ഉപയോഗിക്കാം. ഏത് വേദന കൊണ്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണോ വലിയവർക്കാണെങ്കിലും 10 ടാബ്ലറ്റ് എങ്കിലും കുറഞ്ഞത് വേണം. നല്ല ശക്തമായ വേദനയുണ്ടെങ്കിൽ 15 എണ്ണം തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ അതിന് റിലീഫ് കിട്ടും. ഇതാണ് ഞാൻ സാധാരണയായിട്ട് സ്പോണ്ടിലോസിസിന് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ഇത് തന്നെ, ഈ രീതിയിൽ തന്നെ ഞാൻ ഡിസ്ക് പ്രൊലാപ്സിന് ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക് പ്രൊലാപ്സ്, അതിനും ഇത് തന്നെ ഈ രീതിയിൽ തന്നെയാണ്. കാൽക്കേരിയ ഫോസ് 1 ഡെയിലി ഒരു ഡോസ് കൊടുക്കും. കാൽക്കേരിയ ഫോസ് 6x 5 ടാബ്ലറ്റ് 3 നേരം വെച്ച് കൊടുക്കും. കാൽക്കേരിയ ഫോസ് 0/3 1 dose in 1 liter of water and drink it throughout the day as designed. അതാണ് ഡിസ്ക് പ്രൊലാപ്സിന് ഞാൻ ചെയ്യാറുള്ളത്. അത് തന്നെ ഇപ്പം കാൽക്കേരിയ കാർബ് പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഈ സ്ഥാനത്ത് ഞാൻ കാൽക്കേരിയ കാർബ് 1 എന്നിട്ട് 15 milliswell പൊട്ടൻസി കാൽക്കേരിയ കാർബ് 0/3 ആണ്. മിക്കവാറും കാണുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പം കാൽക്കേരിയ കോൺസ്റ്റിറ്റ്യൂഷൻസിലാണ് സാധാരണ ഡിസ്ക് പ്രൊലാപ്സും ഒക്കെ കാണാറുള്ളത്. സാധാരണ അത് കാൽക്കേരിയ കാർബ് ആവാം, കാൽക്കേരിയ ഫോസ് ആവാം, കാൽക്കേരിയ ഫ്ലൂർ ആവാം. അത് മിക്കവാറും അങ്ങനെയാണ് കാണാറുള്ളത്. അടുത്തത് സയാറ്റിക്കയാണ്. സയാറ്റിക്ക ഒരു വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന ഒരു രോഗമാണ്. അതായത് സയാറ്റിക്ക ഉള്ളവര് ഈ കാല് പൊത്തിപ്പിടിച്ചിരുന്ന് കരയും. അവര് കാലിങ്ങനെ 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചോണ്ടേയിരിക്കും. അങ്ങനെ ആ പ്രസ്സിങ് റിലീഫ് ഉണ്ട്. മിക്കവാറും അങ്ങനെയാണ് കാണാറുള്ളത്. അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ കൊളോസിന്ത് 200 TDS ആയിട്ട് കൊടുക്കണം. പിന്നെ മാക്രോസ് 3x 10 ടാബ്ലറ്റ്സ് TDS ആയിട്ട് കൊടുക്കാം. 3x ഇല്ലെങ്കിൽ 6x കൊടുക്കണം. ഹാഫ് ആൻ അവർ ഇന്റർവെല്ലോ വേരി അനുസരിച്ച് 2 hour ഇന്റർവെല്ലോ ആ ഇന്റൻസിറ്റി ഓഫ് ദി സിംറ്റംസ് അതനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പെയിൻ താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്ന് ഇതിന്റെ കൂട്ടത്തിൽ ലഡമാണ്. ലഡം 200 അത് 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കണം. കുറഞ്ഞു കഴിഞ്ഞാൽ 3 നേരമാണ്. പിന്നെ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ആ കഴുത്തൊരു വേദന താഴോട്ടാണ് വരുന്നതെങ്കിൽ ആ സ്ഥാനത്ത് കാൽമിയ 200 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കണം. പിന്നെ കാൽക്കേരിയ ഫോസ് അതും 1 വെച്ച് ഡെയിലി ഒരു ഡോസ് വയ്ക്കണം. കാൽക്കേരിയ ഫോസ് 0/3 TDS ആയിട്ട് കൊടുക്കണം. അത് അല്ല കാൽക്കേരിയ 1 ഡോസ് ആയിട്ട് കൊടുക്കണം. കാൽക്കേരിയ 0/3 ഈ വെള്ളത്തിൽ അലിപ്പിച്ച് തന്നെ കുടിക്കാൻ പറയണം 0/3. അത് നിങ്ങളത് പരീക്ഷിച്ച് നോക്കും. അതായത് നമ്മൾക്ക് ഈ 0/3 നല്ല ആക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇപ്പം കളക്ടറേറ്റിലും ഓഫീസിലും ഒക്കെ ജോലിക്ക് പോകുന്നവർക്ക് നമ്മളിപ്പം ബ്രയോണിയ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ ബ്രയോണിയ കൊടുക്കുകയാണെങ്കിൽ ബ്രയോണിയ 200 നിങ്ങൾ ഒരു ഡോസ് കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ ബ്രയോണിയ 0/3 ഇതുപോലെ വെള്ളത്തിലിട്ട് കുടിക്കാൻ പറയുക. അത് ഏത് മെഡിസിനും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ തീർന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് വോമിറ്റിംഗ് ആണ്. വോമിറ്റിംഗ് ആൻഡ് പെർജിങ്. ഇത് സാധാരണയായിട്ട് കുട്ടികളിലാണ് വരാറുള്ളത്. വലിയവർക്കും വരാറുണ്ട്. അത് ഈ ഫുഡ് പോയ്സണിങ് കൊണ്ട് വരാം. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരാം. അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാംഫർ ടിഞ്ചർ ഇൻ പിൽസിൽ മെഡിക്കേറ്റ് ചെയ്യണം. അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഈ ഷുഗറോപ്പിക്കിൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് പിൽസിൽ മെഡിക്കേറ്റ് ചെയ്ത 5 പിൽസ് 5 നമ്പർ 40 പിൽസ് ഹാഫ് ആൻ അവർ ഇന്റർവെൽ വെച്ച് കൊടുക്കണം. ആ സ്ഥാനത്ത് അടുത്തത് അതിന്റെ കൂട്ടത്തില് ബിസ്മത്ത് 30 അത് ഹാഫ് ആൻ അവർ ഇന്റർവെൽ വെച്ച് കൊടുക്കണം. നോസിയ ഉണ്ടെങ്കിൽ എപ്പിക്കാക്ക് 200 കൊടുക്കണം.
1 hourly 200 കൊടുക്കണം. ഇത്രയും നമ്മൾ പേഷ്യന്റ് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കാംഫറും ബിസ്മത്തും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വോമിറ്റിങ്ങിന്റെ ശക്തി കുറയും, അവർക്ക് ആശ്വാസം. പിന്നെ ഓക്കാനം വരും. ഓക്കാനം വരുമ്പോഴാണ് നമ്മൾ ആ സിംറ്റം അനുസരിച്ച് എപ്പിക്കാക്ക് 200 1 hourly കൊടുക്കണം. ഇതെല്ലാം അക്യൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഏതെങ്കിലും ഫാറ്റി ഫുഡ് കഴിച്ചിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ പൾസാറ്റില 200 കൂടെ ഒരു 1 hour ഇന്റർവെൽ വെച്ചോ 2 hour ഇന്റർവെൽ വെച്ചോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഇത് തന്നെ ഈ ഫുഡ് പോയ്സണിങ് ആണെങ്കിൽ നമുക്ക് ആഴ്സനിക് ആൽബറ്റ് 200 ഈ കാംഫറും ബിസ്മത്തും കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു 3 ഡോസ് ആഴ്സനിക് ആൽബറ്റ് 200. ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിൽ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആണ്. ക്ലിനിക്കിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്നതാണ്. ആഴ്സനിക് ആൽബറ്റ് 200 ഒരു 6 ഡോസ് കൈ കൊടുക്കുക, ഒരു 3 ഡോസ് വീട്ടിൽ ചെന്നപാടെ കൊടുക്കാൻ പറയണം. പിന്നെ അതിന്റെ മാനേജ്മെന്റ് എന്നുള്ളത്, ഞാൻ കരിക്കും വെള്ളം ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം അരി തിളച്ച് വരുമ്പം, അതായത് നമ്മുടെ കുത്തരി തിളച്ച് വരുമ്പോൾ, തിളയ്ക്കുമ്പോൾ ഒരു വെള്ളമുണ്ട്, ആ വെള്ളം ലേശം ഉപ്പിട്ട് കൂടെ കൊടുക്കാൻ പറയും. വേറെ ഒരാഹാര സാധനവും കുടിപ്പിക്കത്തില്ല. എത്ര വിശപ്പുണ്ടാണെങ്കിലും ആ ദിവസവും പിറ്റേ ദിവസവും ഞാൻ ഈ കഞ്ഞിവെള്ളം തന്നെ കൊടുക്കുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് ഫുഡായിട്ട് കൊടുക്കുന്നത് ഈ ഏത്തപ്പഴം, നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി അതിനകത്തെ അരി കളഞ്ഞ് ആദ്യം കൊടുക്കാൻ പറ്റും. അതിനുശേഷം മാത്രം ഉച്ചയ്ക്കോ മറ്റോ സ്വല്പം പൊടിയരി കഞ്ഞിയോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ആ ട്രീറ്റ്മെന്റ് ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ ആണെങ്കിലും വൊമിറ്റിങ്ങിന്റെ ആണെങ്കിലും ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ള പ്രോട്ടോകോള് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ പ്രോട്ടോകോൾ. വെരി ഷുവർ പ്രോട്ടോകോളാണ് ഇത്. അത് ഞാൻ പറയാം. അതായത് UTI വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിംറ്റം വെച്ച് എടുത്തോളുക, പറ്റിയ മരുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. അതിന് ഞാൻ ആരും ഇതും വിചാരിക്കേണ്ട. പക്ഷേ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യിക്കണം. യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അബൻഡന്റ് ബാക്ടീരിയ കാണും, അതുപോലെ തന്നെ ആൽബുമിൻ കാണാം, പസൽസും കാണാം. അങ്ങനെയുള്ള കേസുകൾ വരുവാണെങ്കിൽ ടെമ്പറേച്ചറും കൂടെ ഉണ്ടെങ്കിൽ പൈറോജൻ 200 2 hourly കുടിപ്പിക്കണം. 2 hourly. അതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ടത് എപ്പിസ് 30 2 hourly. അത് രണ്ടും കൊടുക്കുക. പിന്നെ ബേണിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കാന്താരിസ് 30 കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് ടെമ്പറേച്ചർ കുറയണം. ആന്റിബയോട്ടിക് കൊടുക്കുന്നതിനെക്കാട്ടിലും വേഗത്തിൽ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് നമുക്ക് UTI ചികിത്സിക്കാം. അതായത് സരസപ്പാരില ടിഞ്ചർ 10 drops 2 hourly കൊടുക്കണം. സരസപ്പാരില ടിഞ്ചർ 2 hourly കൊടുക്കണം. പിന്നെ ബെർബറിസ് ടിഞ്ചർ 10 drops 2 hourly കൊടുക്കണം. ഹെമച്ചൂറിയ ഉണ്ടായെങ്കിൽ ഹമാമെലിസ് ടിഞ്ചറും മില്ലിഫോളിയൻ ടിഞ്ചറും ഇത് രണ്ടും കൂടെ ഞാൻ സാധാരണയായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കാറുള്ളത്. ഞാൻ മെഡിസിൻ മിക്സ് ചെയ്യാറുണ്ട് ചില കേസുകളിലൊക്കെ. കാര്യം കൂടുതൽ ടിഞ്ചർ കൊടുക്കുമ്പോൾ ഇവർക്ക് കുടിക്കാനായിട്ട് ഇവർക്ക് കഴിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഹമാമെലിസ് ടിഞ്ചറും മില്ലിഫോളിയോ ടിഞ്ചറും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് 10 drops 2 hourly തന്നെ കുടിപ്പിക്കും. അതെനിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന കുറേ മിക്സിങ് ഞാൻ റിസർച്ച് ചെയ്ത് എൻ്റെ അനുഭവത്തിൽ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെയധികം പ്രയോജനമാണ്. അതിന് യൂറിനറി ഇൻഫെക്ഷന്റെ ഒരു മിക്സിംഗ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ഇപ്പം ഈ പ്രോട്ടോകോള് ഇതങ്ങോട്ട് തീരട്ടെ. അടുത്തത് അർട്ടിക്കേരിയ നമുക്ക് സാധാരണ തന്നെ വരാറുണ്ട്. അർട്ടിക്കേരിയ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചിട്ട്, ഇതൊക്കെ അക്യൂട്ട് കേസ് നമ്മുടെയൊക്കെ വരുമ്പോഴേ നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു ഇതും തോന്നത്തില്ല. അക്യൂട്ട് കേസ് ശരിക്ക് നന്നായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരാളിന്റെ അടുക്കലേക്ക് ക്രോണിക് ഡിസീസ് വരികയും അത് ബേസിക്
ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് പിന്നെ അക്യൂട്ട് കേസ് ഭേദമാക്കണം. ഒരു പനി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു ഡോക്ടറേക്കിലേക്ക് ക്യാൻസർ ചികിത്സിക്കാൻ വരുമോ ആരെങ്കിലും? വരില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ അക്യൂട്ട് കേസ് എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് ആ പ്രോട്ടോക്കോളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അർട്ടിക്കേരിയയുടെ എങ്ങനെയാന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ആഴ്സനിക് ആൽബ് 200 3 ഡോസ് അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. അതിന്റെ കൂട്ടത്തിൽ എപ്പിസ് 30 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കണം. പിന്നെ അർട്ടിക്ക യൂറിൻ സ്റ്റിഞ്ചർ 10 drops TDS ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നോക്കണം ഏത് സംഗതി ഉള്ളിൽ കഴിച്ചപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്താണ് അലർജൻ ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ നോക്കണം. ആ അലർജൻ അനുസരിച്ചായിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ട്. അത് ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കാം. എൻ്റെയൊക്കെ മിക്കവാറും എല്ലാ അലർജന്റെയും ഹോമിയോപ്പതിക് മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞു തരാം. ഏത് ഗോതമ്പ് കഴിച്ചാലാണോ, ഇല്ലെങ്കിൽ പഴം കഴിച്ചാലാണോ, അല്ലെങ്കിൽ ഈ ഫിഷ് കഴിക്കുമ്പോഴാണോ, എന്ത് കഴിച്ചപ്പോഴാണ് ഇത് ഉണ്ടായിരിക്കുന്നത്, അതനുസരിച്ചുള്ള അലർജൻ കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ സുഖമായിട്ട് ക്യൂർ ചെയ്തെടുക്കാം. അത് പിന്നെ ഒരു ഇനിയും വരാതിരിക്കണമെങ്കിൽ ആ സാധനം, അതായത് ചില കുട്ടികൾക്ക് എഗ്ഗ് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ എഗ്ഗിന് പറ്റിയ അലർജന് പറ്റിയ ഹോമിയോപ്പതിക് മെഡിസിൻ നമുക്കുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അലർജിക് ടെൻഡൻസി, അത് കഴിക്കുമ്പോൾ ഉള്ള അലർജിക് ടെൻഡൻസി മാറി. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ നമുക്ക് വളരെ പേരുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. നെക്സ്റ്റ് IBS ആണ്. ഈ IBS ഇന്ന് ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അലോപ്പതിയിൽ അതിന് യാതൊരു മരുന്നുമില്ല. അതിങ്ങനെ ടാബ്ലറ്റ് കഴിക്കും തോറും അത് കൂടി വരത്തേ ഉള്ളൂ. അതേസമയം ഹോമിയോപ്പതിയിൽ വണ്ടർഫുൾ മെഡിസിൻ ഉണ്ട്. അത് കേസ് എടുക്കുക, അത് പിന്നെ ഞാൻ ഈ പ്രോട്ടോകോളിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന് ഒരാഴ്ച കൊണ്ട് തന്നെ കുറവ് കിട്ടും. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ വണ്ണം ശ്രദ്ധിച്ചു കേട്ടോളുക. സൾഫർ വണ്ണം രാവിലെ വെറുമേറ്റി കൊടുക്കണം, സൾഫർ വണ്ണം. പിന്നെ നക്സോമിക്ക വണ്ണം നൈറ്റി കൊടുക്കണം, രാത്രി കിടക്കാൻ നേരത്ത് നക്സോമിക്ക വണ്ണം കൊടുക്കണം. ആലോസ് വണ്ണം ആഫ്റ്റർനൂണിൽ കൊടുക്കണം. പിന്നെ അത് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണം? 2 ആഴ്ച കണ്ടിന്യൂ ചെയ്യണം, 2 weeks. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓയിലി ഫുഡ്, ഫാറ്റി ഫുഡ്, ഫ്രൈ ചെയ്ത ഐറ്റംസ്, മസാല കറികൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയും. അവോയ്ഡ് ചെയ്ത് അടുത്ത ആഴ്ച വരുമ്പോൾ കുറവുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ നമുക്കൊരു സാവകാശം കിട്ടും. പിന്നെ നമ്മൾ കേസ് എടുത്തിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. പിന്നെ ചില ആൾക്കാർക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ആ ആങ്സൈറ്റിക്ക് നമുക്ക് ഒരു പ്രോട്ടോകോളിലുള്ളത്, ആങ്സൈറ്റിയുടെ ഞാൻ സാധാരണയായിട്ട് ബാക്ക് ഫ്ലവർ അല്ല, മെഡിസിനാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന. കുറെ മറന്നുപോയത് ആ മെഡിസിൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആങ്സൈറ്റിക്ക് അത് നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റി കൊണ്ടുള്ളത് കുറയുകയും ചെയ്യും. പിന്നെ അടുത്തത് സൈനസൈറ്റിസ് ആണ്. സൈനസൈറ്റിസ് പേഷ്യൻസ് നമുക്ക് ധാരാളം വരും. അപ്പൊ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ആദ്യം പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് സാധാരണയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉടനെ നോക്കാറില്ല. എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഇയാളുടെ തലവേദന കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ സിലീഷ്യ വണ്ണം നമ്മൾ 1 ഡോസ് അപ്പം കൊടുക്കണം, 1 ഡോസ് നൈറ്റിലും കഴിക്കാൻ കൊടുക്കണം. എന്നിട്ട് അതിന്റെ കൂട്ടത്തില് കാലിബൈക്ക് 30 കണ്ടിന്യൂ ചെയ്യാൻ പറയും. കാലിബൈക്ക് 30 TDS ആയിട്ട് മതി, TDS ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയണം. പിന്നെ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടാനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം,
റൈറ്റ് സൈഡ് ആണെങ്കിൽ സാങ്കുനേറിയ TDS കൊടുക്കണം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ സ്പൈജീലിയ കൊടുക്കണം. പിന്നെ നടുക്കാണെങ്കിൽ, അതായത് ആ എത്മോയിഡ് സൈനസിന്റെ അവിടെ ആണ് എങ്കിൽ കൂടുതൽ വേദന, അല്ലെങ്കിൽ ബോത്ത് സൈനസിലുണ്ടെന്ന് വരിക പറയുക. സ്റ്റിക്റ്റ 30 2 hour ഇന്റർവെൽ, ഇതെല്ലാം 2 hour ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയാനായിട്ട് 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കണം. അതാണ് സൈനസൈറ്റിസിന്റെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ. പിന്നെ നെക്സ്റ്റ് ടോൺസിലൈറ്റിസ് ആണ്. ടോൺസിലൈറ്റിസ് സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും വരാറുണ്ട്. എന്നാലും കൂടുതലും കുട്ടികൾക്കാണ്. ഈ ഐസ്ക്രീം തിന്നിട്ട് വരിക, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ഈ കുട്ടിയെ കൊണ്ട് നമ്മുടെയൊക്കെ വരും തൊണ്ടവേദന. അപ്പൊ ആദ്യം അവരുടേതായിട്ടുള്ള ചെറിയ ചുണുക്ക് പണിയൊക്കെ ചെയ്യും, ഉപ്പുവെള്ളം വായിക്കൊള്ളുകയൊക്കെ ചെയ്യും, അതൊക്കെ കൊള്ളാം. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, നമ്മുടെയൊക്കെ തന്നെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഞാൻ പറയാം. ഹെപ്പാർ സൾഫ് 200 TDS ആയിട്ട് കൊടുക്കും. അത് എങ്ങനെയാ, അത് നമ്മൾ ചോദിക്കണം. കുട്ടിയാണെങ്കിൽ ഒരുമാതിരി നമ്മുടെയൊക്കെ പറയാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ ചോദിക്കണം, മോനെ ഇല്ലെങ്കിൽ മോളെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്ത് വെള്ളം കുടിക്കുമ്പോഴാണ് സുഖം കിട്ടുന്നതെന്ന് ചോദിക്കണം. അപ്പൊ ഒരു 80% പേരും പറയുന്നത് ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുറവാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുറവാകുന്നത് 2 മെയിൻ മെഡിസിൻ, ഒന്ന് ഹെപ്പാർ സൾഫും ഒന്ന് ലൈക്കോപോഡിയം. അതിന് ഞാൻ ചെയ്യുന്നത് സാധാരണയായിട്ട് ഒരു പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത് ഹെപ്പാർ സൾഫ് 200 TDS ആയിട്ട് കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ലൈക്കോപോഡിയം 0/3 ഇതുപോലെ തന്നെ വെള്ളത്തില് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തില് ഒരു പൗഡർ ഇട്ടിട്ട് പറയും 2 hour ഇന്റർവെൽ വെച്ച് ഓരോ സ്പൂൺ കഴിച്ചോളാം. അതാണ് സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. ആ സ്ഥാനത്ത് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണ്. തണുപ്പ് കൊണ്ടാണ് എനിക്ക് കുറവ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നില്ലെങ്കിൽ ലാക്ടസിസിലേക്ക് പോകും. പിന്നെ ചെറു ചൂട്, അതായത് അധികം ചൂടില്ലാത്ത രീതിയിലാണെങ്കിൽ ഞാൻ മെർക്സോളിലേക്ക് പോകും. അതൊക്കെ ഡിപ്പെൻസ്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യന്റിനെ ഇത് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യും, തൊണ്ട പൊളിക്കും, നന്നായിട്ട് പൊളിച്ചു വെച്ചിട്ട് കലണ്ടുല ടിഞ്ചർ ഞാൻ സ്വാബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വാബ് ഈർക്കിലിയേല് ചുറ്റി പഞ്ഞിമുറ്റി അത് കലണ്ടുല ടിഞ്ചർ മുക്കിയിട്ട് ആ സ്ഥാനത്ത് പഴുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് ടച്ച് ചെയ്യും. അത് പണ്ട് കാലത്തൊക്കെ ഈ അലോപ്പതി ഡോക്ടർമാരും ചെയ്യുമായിരുന്നു. മുള്ളെന്നും പറഞ്ഞ അവിടെ ചെല്ലുന്നത്. അപ്പൊ എനിക്കും പണ്ടത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർ ചെയ്യുന്നത് ഈ അയഡിനോ ഏതാണ്ട് മുക്കി നമ്മുടെ തൊണ്ടയ്ക്ക് പുരട്ടും. ഈ കലണ്ടുല ടിഞ്ചർ ഈസ് ബെസ്റ്റ്. തൊണ്ടയ്ക്ക് പുരട്ടുക. അപ്പൊ ആ മുറിവ്, ആ പസ് ഫോർമേഷൻ പെട്ടെന്ന് കുറയും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന ഒരു ടിഞ്ചർ ഉണ്ട്, ദാറ്റ് ഈസ് എയിലാന്തസ്. ഒരു സപ്പോർട്ടിങ് റെമഡിയാണ്. അത് ഒരു 1/2 ounce നമ്മൾ കൈ കൊടുക്കണം. ഒരു 10 drops വെച്ച് 2 hourly ഇന്റർവെൽ വെച്ച് കഴിച്ചോളാൻ പറയണം. ടെമ്പറേച്ചർ വല്ലതും ഉണ്ട് എങ്കിൽ കയ്യില് ബെലഡോണ വണ്ണം ഒരു 3-4 ഡോസ് കൊടുത്തേക്കണം. അതുണ്ടെങ്കിൽ വെള്ളത്തിൽ അലിപ്പിച്ച് 1/2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറയണം. ഇതാണ് ഒരു യൂഷ്വൽ ടോൺസിലൈറ്റിസിന്റെ. പിന്നെ അതിന്റെ ക്രോണിക് സ്റ്റേറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു വേറൊരു ചാപ്റ്റർ ആണ്. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബയോകെമിക് നമ്പർ 10 ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിന്. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുള്ള കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഈസ് ഫയറിഞ്ചൈറ്റിസ്. ഇതുപോലെ തന്നെയാണ്. ഫയറിഞ്ചൈറ്റിസ് ഭേദമാവാൻ കുറച്ച് പ്രയാസമുണ്ട്. നമുക്ക് ടോൺസിലൈറ്റിസ് ഈസി ആയിട്ട് ഭേദമാക്കാം. പക്ഷെ ഫയറിഞ്ചൈറ്റിസ് അത്ര പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റില്ല. അത് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ പ്രോട്ടോകോള് ഹെപ്പാർ സൾഫ് 200 TDS ആയിട്ട് കൊടുക്കും. ഇതുപോലെ തന്നെ ലൈക്കോപോഡിയം ഇൻ വാട്ടർ ഡോസ് കൊടുക്കും. പിന്നെ ഒരു മെഡിസിൻ വേറെ കൊടുക്കുന്നത് വൈയിത്തിയാണ്, വൈയിത്തിയ 200 TDS ആയിട്ട്. അതാണ് സാധാരണയായിട്ട് ഫയറിഞ്ചൈറ്റിസിന് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അടുത്തത്
എല്ലാവർക്കും പ്രയാസവും എന്നാൽ ഈസിയായിട്ടുള്ള കാര്യമാണ് ഫീവർ. ഈ ഫീവർ ഒരു വീട്ടില് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടെങ്കിൽ ഫീവർ അവരുടെ കുഞ്ഞുങ്ങൾക്കോ അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങൾക്കോ ഇല്ലേ നമ്മുടെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ടെമ്പറേച്ചർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടിക്ക് ടെമ്പറേച്ചർ ആയിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ കേസ് എടുത്ത് മെഡിസിൻ കൊടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അത് അവിടെ ഞാൻ പ്രോട്ടോകോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പ്രോട്ടോകോളിന് ഒത്തിരി പ്രയോജനമുണ്ട്. പക്ഷെ പ്രായമായവർക്കാണെങ്കിൽ നമുക്ക് ചോദിക്കാം, മേലുവേദനയുണ്ടോ, ദാഹമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇത് പ്രയാസമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ബ്രയോണിയ 30 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കാൻ പറയും. 2 hour ഇന്റർവെൽ. പിന്നെ അത് ചൂട് കൂടുതലാണെങ്കിൽ 1 hour ഇന്റർവെൽ വെച്ച് കൊടുക്കാൻ പറയും. ഇന്റർവെൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ജെൽസീമിയൻ 200 TDS ആയിട്ട് കൊടുക്കും. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ കൊടുക്കും. ബെല്ല് വണ്ണം അതിൻ്റെ യൂഷ്വലായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ല് വണ്ണം ഒരു 3 പൊടി കൊടുക്കും. ഈ പൊടി നല്ല ചൂടുണ്ടെങ്കിൽ എൻ്റെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ഞാൻ ബെല്ല് വണ്ണം ഒരു ഡോസ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ കൊടുത്തേ വിടത്തുള്ളൂ. ഇല്ല എങ്കിൽ അവരൊക്കെ പറയും ഇത് 3 പൗഡറിൽ ഒരു പൗഡർ 1 ounce വെള്ളത്തിൽ നിങ്ങൾ കലക്കിക്കൊണ്ട് ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഓരോ ചെറിയ സ്പൂൺ വെച്ച് കൊടുക്കാൻ പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ബ്രെയിൻ കഞ്ചഷൻ കുറയ്ക്കും. ബ്രെയിൻ കഞ്ചഷൻ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ്സ് ഉണ്ടാവില്ല. ഫിറ്റ്സ് ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പ്രാക്ടീസിൽ. എനിക്കത് ഈസി ആയിട്ട് ഇപ്പൊ ടാക്കിൾ ചെയ്യാം. എൻ്റെ ഇപ്പൊ അങ്ങനെ ഫിറ്റ്സ് ആയിട്ട് അങ്ങനെ വരാറേ ഇല്ല. അത് ഞാൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഫിറ്റ്സ് ആയിട്ട് ഓടി എൻ്റെ ക്ലിനിക്കിലേക്ക് വരില്ല. ഞാൻ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞില്ല. ഇത് എൻ്റെ ഈ ബെല്ല് വണ്ണമിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ല, എൻ്റെ കണ്ടുപിടുത്തവുമല്ല. ഇത് പറവൂർ ശ്രീധരൻ എന്ന് പറയുന്ന വയോധികനായ ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഒരു രാത്രി മുഴുവൻ ഞാൻ അവിടെ കാത്തിരുന്ന് അദ്ദേഹം രാത്രി വൈകി എത്തിയപ്പോൾ അപ്പൊ എൻ്റെ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതാണ് ഈ ബെല്ല് വണ്ണം. അതിനുശേഷം ഒരു 40 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം പറഞ്ഞു തന്നാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം ഒരു അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നില്ല. വെറും B ക്ലാസ് ഡോക്ടർ ആയിരുന്നു. പക്ഷെ മെറ്റീരിയൽ മെഡിക്കൽ അസാമാന്യം അറിവ് അദ്ദേഹം പറഞ്ഞു തന്നാണ്. ഈ ബെല്ല് വണ്ണം അദ്ദേഹം കൊടുക്കാറുണ്ട്. എൻ്റെ ഒക്കെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കൂ ഡോക്ടറെ എന്ന് പറഞ്ഞു. അത് എനിക്ക് എവിടെ ക്ലാസ് എടുത്താലും ഞാനിത് പറയാറുണ്ട്. നിങ്ങൾക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ അത് നമ്മൾ ആദ്യത്തെ ദിവസം കൊടുത്തു. പിറ്റേ ദിവസം മിക്കവാറും ഒരു 50% കേസുകളും പറയും കുറവുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വരത്തുള്ളൂ. പിറ്റേ ദിവസം 2 ദിവസം ഞാൻ നീട്ടാൻ സമ്മതിക്കത്തില്ല. പിറ്റേ ദിവസം കൊണ്ടുവരാൻ പറയും. ഹോമിയോപ്പതിക് മെഡിസിൻ ഒരിക്കലും സ്ലോ ആക്ടിങ് അല്ല. ഇറ്റ് ഈസ് വെരി ഫാസ്റ്റിംഗ് ദാൻ അലോപ്പതിക് മെഡിസിൻ. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. മറ്റേത് പാരസെറ്റമോൾ കൊടുത്താൽ ആദ്യം ചൂട് കുറയും, പനി കുറയത്തില്ല, അസുഖം കുറയത്തില്ല. പക്ഷെ ഹോമിയോപ്പതിക് മെഡിസിൻ അങ്ങനെയല്ല. ഒരിക്കൽ കുറഞ്ഞാൽ പിന്നെ അങ്ങനെ കുറഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഡേ വന്ന് നിങ്ങളൊക്കെ വരുന്നു എങ്കിൽ ഞാൻ എൻ്റെ പ്രോട്ടോകോളിൽ ഉപയോഗിക്കുന്നത് ആഴ്സനിക് ആൽബ് 30 2 hour ഇന്റർവെൽ, റെസ്റ്റോക്സ് 200 TDS. ഇങ്ങനെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ആഴ്സനിക് ആൽബ് 30 2 hour ഇന്റർവെൽ, റെസ്റ്റോക്സ് 200 TDS. ഇതായിരിക്കും എൻ്റെ നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മൾ ബെല്ല് കൊടുത്ത സ്ഥാനത്ത് പൈറോജൻ 200 കൂടെ TDS ആയിട്ട് ഞാൻ കൊടുക്കാൻ പറയും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എവിടെങ്കിലും ഒരു പൈററ്റിക് ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ ആ പൈറോജൻ അത് കണക്കാക്കി കഴിഞ്ഞാൽ അത് കുറയും. ഇത്രയും. പിന്നെ ഇതിനിടയ്ക്ക് ഇത് ഈ കുഞ്ഞിനെ പിറ്റേ ദിവസം കൊണ്ടുവരികയെന്ന് വിചാരിച്ചോളുക. അപ്പം നമ്മൾ തെറ്റ് വെച്ച് നോക്കുമ്പോൾ കുറുങ്ങലോ വിമ്മിഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത് പിന്നെ ബ്രോങ്കൈറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഷഡോന്ന് തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ എല്ലാം മാറ്റിയിട്ട് നമ്മൾ കൊടുക്കേണ്ട മരുന്നാണ് പെരേട്രമഡ് 30 ഹാഫ് ആൻ അവർ ഇന്റർവെൽ. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പം ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കും, ചെസ്റ്റിലെ ഇൻഫെക്ഷൻ കുറഞ്ഞിരിക്കും. അതിന്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്നത്
മെഡിസിൻ ആൻറ്റിൻഡാർട്ട് 30 നെക്സ്റ്റ് ഡേ കൊടുക്കാം. അത് കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് ഓരോ ഡോസ് ഫോസ്ഫറസ് 30 കൊടുക്കും. ഇത്രയും ഇങ്ങനെ പിന്നെ ഒരു കാര്യം, നമ്മളെപ്പോഴും പനി ആയിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്നു ചുമയുണ്ട് എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂട്ടത്തിൽ ആൻറ്റിൻഡാർട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ മുട്ടി ശ്വാസം വിടും കുട്ടികൾ, അപ്പൊ തന്നെ റെഫർ ചെയ്തേക്കണം. നമ്മൾ അതേ കിടന്ന് പിടികൂടരുത്. അങ്ങനെ നമ്മളൊക്കെ കൊണ്ടുവരും, ഡോക്ടറെ അവിടെ കാണിച്ചു ഇവിടെ കാണിച്ചു, കുഞ്ഞിനെ ശ്വാസം മുട്ടുന്നു, നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുക. സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ വീസിങ് ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാകണ്ട, നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്ത് കുറയ്ക്കാം. പക്ഷേ ഇങ്ങനെയാണ് കുട്ടികൾ ശ്വാസം വിടുന്നതെങ്കിൽ അപ്പോഴേ റെഫർ ചെയ്തേക്കണം. അത് ന്യൂമോണിയയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് അതേ കിടന്ന് പിടിക്കരുത്. അതുപോലെ തന്നെ അടുത്ത സംഗതി, പനിയും ഛർദിയായിട്ട് വരുന്നെന്ന് വിചാരിച്ചുള്ള പനി, ഛർദി, ഫിറ്റ്സ്, അതായത് ഫിറ്റ്സും കൂടെ ആയിട്ട് വരുന്നെങ്കിൽ അതും എടുക്കരുത്, ഉടൻ റെഫർ ചെയ്തേക്കണം. കാര്യം അത് മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണമാകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എല്ലാത്തിനും പനി എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കരുത്. നമ്മൾ പിന്നെ വയറുവേദന, പനിയും വയറുവേദനയായിട്ട് വരുന്നിരിക്കട്ടെ, പനിയും വയറുവേദനയായിട്ട് വരുന്നെങ്കിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ആ കാര്യം എടുക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വയറുവേദന ഉണ്ടായിരുന്നു ഡോക്ടറെ, ഇപ്പം എന്തേ പനിയുമുണ്ട് അവന്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെങ്കിലും നിങ്ങൾ കാണിച്ചോ? പലയിടത്തും കാണിക്കുന്നുണ്ട് വയറുവേദനയ്ക്ക്. അവരെല്ലാം പറഞ്ഞ വിരയാണ്. വിരയില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ വിരയുണ്ടാവാറ്. അഥവാ വിരയുണ്ടെങ്കിലും മലം പരിശോധിച്ചാൽ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യിക്കേണ്ട ഒരു കാര്യം US സ്കാൻ ചെയ്യിക്കണം. US സ്കാൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും ഒരു 80% അതിനകത്ത് ലിംഫ് ഗ്ലാൻഡ് മിസെൻട്രിക് ലിംഫാഞ്ചൈറ്റിസ് ആയിരിക്കും, മിസെൻട്രിക് ലിംഫ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കുട്ടി വയറുവേദന പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ചടുവെന്ന് തന്നെ ബെൽഡോണാറ്റ് വണ്ണം ഇതുപോലെ തന്നെ എടുത്തു കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ മെർസോള് 200 ഒരു ഡോസ് കൊടുക്കുക. മെർസോൾ 0/3 ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഒരു 1 hour ഇന്റർവെല്ലോ ഇല്ലെ 2 hour ഇന്റർവെല്ലോ വെച്ച് കൊടുക്കാൻ പറയുക. മാക്ഫോസ് 3x ഇതിനെ കൊടുക്കുക. ഒരു 5 ടാബ്ലറ്റ്. കുറ്റിയാണെങ്കിൽ കുട്ടികൾക്ക് സാധാരണ ഇത് വരാറുള്ളൂ. ഒരു 5 വേദന കൂടുതലുണ്ടെങ്കിൽ 10 ടാബ്ലറ്റ് ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കാൻ പറയണം. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇൻഫ്ലമേഷൻ കുറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് സുഖമാവും. പിന്നെ ഒരു മാസം 1-2 മാസം കൂടെ കണ്ടിന്യൂ ചെയ്യുക ഇത് വരാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്യൂബർകുലിനം വണ്ണം കൊടുത്ത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് അതിന്റെ. പിന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ് നെക്സ്റ്റ്. ഞാൻ ടോൺസൈറ്റിസ് പറഞ്ഞു, ഫയറിൻജൈറ്റിസ് പറഞ്ഞു, പിന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് വരുമ്പോൾ ഇതിന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അഡിനോയിഡിന്റെ അറിയാമല്ലോ ലക്ഷണങ്ങൾ. ഒരു കുട്ടി രാത്രി വാവൊളിച്ച് കിടന്നുറങ്ങുക, കിടക്കുമ്പോൾ കൂർക്കം വലിക്കുക, പിന്നെ ഫേസിന് ഒരു ഡിസ്ഫിഗറിങ് വരിക. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ഈ കുട്ടിക്ക് അഡിനോയിഡാണ്. അപ്പോൾ ഈ അഡിനോയിഡ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് മൂക്കിൽ കൂടെ ശ്വാസം വിടാൻ പറ്റത്തില്ല, വാ പൊളിച്ചേ കിടന്നുറങ്ങത്തുള്ളൂ. അത് കുറയുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ അടച്ചു വിടുന്ന ഉറങ്ങും, മൂക്കിൽ കൂടെ ശ്വാസം വിടാൻ പറ്റും, കൂർക്കം വലി ഉണ്ടാവില്ല. അതിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രോണിക് കേസായിട്ട് തന്നെ പരിഗണിക്കണം. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെ കൊടുക്കണം. അത് 10 ഡോസ്. അത് മിക്കവാറും ഞാൻ കാണുന്നത് ഈ അഡിനോയിഡ് കേസ് കാൽക്കേരിയ കാർബ്, സിലീഷ്യ, കാൽക്കേരിയ ഫോസ്, ബാരറ്റക്കാർ ആൻഡ് മെർക്സോൾ. ഇത്രയാണ് സാധാരണയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിട്ട് എന്റെയൊക്കെ വരാറില്ല. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും വരുന്നത് ഈ കേസുകൾ. പിന്നെ അതിന്റെ മെഡിസിൻ ഇതിനിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയണ്ടേ, ആശ്വാസം കിട്ടുന്നതിന് എപ്പോഴും നമ്മൾ അഗ്രാഫിസ് 30 tedious ആയിട്ട്, ദാറ്റ് ഈസ് ദി അക്യൂട്ട് റെമഡി ഓഫ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി. അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് കുറഞ്ഞു വരും. വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വി ക്യാൻ ഗീവ് ട്യൂബർകുലിനം 1 ഡോസ്. ഇത് ട്യൂബർകുലാർ മയാസം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ട്യൂബർകുലിനം 1 ഒരു ഡോസ് ഇൻട്രാകറന്റ് ആയിട്ട് കൊടുക്കുക.
അതാണ് അതിന്റെ ആ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ഈസ് നീ ജോയിന്റ് പെയിൻ. നീ ജോയിന്റ് പെയിന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ നീ ജോയിന്റ് പെയിൻ ആയിട്ട് ഒരു പേഷ്യന്റ് നമ്മുടെയൊക്കെ വരികയാണ്, ഒരു 10, 45, 50 വയസ്സുണ്ട് എങ്കിൽ ആദ്യം കൊടുക്കേണ്ട മരുന്ന് പ്രയോണിയ ടെന്നമാണ്. പ്രയോണിയ ടെന്നം ഒരു ഡോസ്, സാധാരണ ഹയർ പൊട്ടൻഷ്യന്റെ 2 ഡോസ് കൊടുക്കാം. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത കഴിക്കാൻ പറയാം, ഇല്ല വൈകിട്ട് കഴിക്കാൻ പറയാം. അത് കൊടുക്കാം ആദ്യമായിട്ട്. പിന്നെ പെട്ടെന്ന് കുറയണ്ടേ, അതായത് അവർക്ക് ഒരാഴ്ച കൊണ്ട് നമ്മൾ മുട്ടുവേദന കുറച്ച് കൊടുക്കണം. അത് കുറച്ച് കൊടുക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എൻ്റെ ഈ പ്രോട്ടോകോൾ. അതായത് ബ്രയോണിയ 200 മോർണിംഗിൽ കൊടുക്കണം, രാവിലെ കൊടുക്കണം. റെസ്റ്റോക്സ് 200 ഉച്ചയ്ക്ക് കൊടുക്കണം. പിന്നെ കോസ്റ്റിക്കൽ 200 നൈറ്റിൽ കൊടുക്കണം. ഇത് കണ്ടിന്യൂ ചെയ്യുക, ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ടിഞ്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടിഞ്ചേഴ്സ്, സ്റ്റെല്ലേറിയ ടിഞ്ചർ 20 ഡ്രോപ്സ് വെച്ച് TDS ആയിട്ട് കൊടുക്കാം. വയാക്കൺ ടിഞ്ചർ അതും 20 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ബയോ കോമ്പിനേഷൻ ഞാൻ സാധാരണയായിട്ട് 90 ഉപയോഗിക്കാറുണ്ട്. അത് 5 ടാബ്ലറ്റ് വെച്ച് 3 നേരം കൊടുക്കും. പെട്ടെന്ന് കുറയാൻ വേണ്ടി ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഇല്ല 2-3 ദിവസത്തിനകം കുറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിന് ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ബ്രയോണിയ ടെന്നം കൊടുത്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അതും കൂടെ കാലയിൽ തേക്കണം. അത് കാംഫറസ് ഓയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് കാംഫറസ് ഓയില് ഞാൻ പൗണ്ട് കണക്കിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ഓയിലും പൗണ്ട് കണക്കിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഈ അടുത്ത ദിവസം അതുപോലെ ഈ അത്തിക്കേരിയ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടില് പ്രശോഭൻ ടു എവരിവൺ സമയം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പ്രശോഭൻ, ഡോക്ടർ പ്രശോഭൻ പറഞ്ഞിരിക്കുന്നത്. ഇല്ല സർ, 2 മിനിറ്റൂടെ സംസാരിക്കാം. നമ്മൾ അല്പം ഡിലേഡ് ആയിട്ടാണ് തുടങ്ങിയത് ഇന്ന്. ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം അല്ല, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഇനി അടുത്ത സെഷൻ വെക്കാം അങ്ങനെയാണെങ്കിൽ. ഇപ്പോഴത്തെ ഇതും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ ഒരു പയ്യൻ ജോലിക്ക് വന്നപ്പം അവന് ഒരു കമ്പ് വെട്ടിയപ്പം ചൊറിഞ്ഞണം പുഴു അവന്റെ ദേഹത്ത് കയറി. ദേഹം മുഴുവൻ വിത്തിൻ 10 മിനിറ്റ്സ് ദേഹം മുഴുവൻ അങ്ങ് ചൊറിഞ്ഞ് തടിച്ചു. പക്ഷെ ഞാൻ ഈ ഓയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പൊ ഞാൻ പറഞ്ഞോളൂ അവിടെ ചെന്ന് റെസ്റ്റോക്സ് ഓയിൽ വാങ്ങിച്ച് എൻ്റെ ഫാർമസിസ്റ്റുണ്ട്, ദേഹത്തൊക്കെ പുരട്ടാൻ പറഞ്ഞു. ആ റെസ്റ്റോക്സ് ഓയിൽ വാങ്ങിച്ച് പുരട്ടി കംപ്ലീറ്റ് അവന്റെ ചൊറിച്ചിലും പോയി, ആ തടിപ്പും പോയി, എല്ലാം പോയി. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി വരും. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ സാറിന്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പരസ്യമാക്കുന്നതിൽ യാതൊരു മടിയില്ലാതെ സാർ വിട്ടു തരുന്നുണ്ട്. സഹീർ അബ്ബാസ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തു ഡോക്ടറെ. ഡോക്ടറെ കേൾക്കാമോ? സാറേ, ഇതിൽ അഡിനോയിഡിന്റെ കേസ് പറഞ്ഞു. അത് ഈ വലിയ പിള്ളേർക്ക് ഒക്കെ മിക്കവാറും ഇതുപോലെ തന്നെ കാണാറുണ്ട്. അപ്പൊ അവർക്ക് ഈ അഡിനോയിഡ്സിന് ഏത് മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? 15 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറഞ്ഞല്ലോ. ആ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണഗതിയിൽ വരുന്നത് കാൽക്കേരിയ കാർബസ്, സൈലേഷ്യ, കാൽക്കേരിയ ഫോസ്, ബൈരട്ട കാർബമർസോ, പിന്നെ അടുത്ത വേറെ ഏതെങ്കിലും വരാം. അതിലെല്ലാം ടെന്നം പൊട്ടൻസി തന്നെ കൊടുക്കണം. ടെന്നം തന്നെ കൊടുക്കണം. അത് അടുപ്പിച്ച് കൊടുക്കാമോ? അതെപ്പോഴും 2 ഡോസ് കൊടുക്കണം. 2 ഡോസ് അടുപ്പിച്ച് കൊടുക്കണം. അതായത് ഇപ്പൊ രാവിലെ നമ്മുടെയൊക്കെ 10 മണിക്ക് വന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 12 മണിക്ക് കൊടുത്തേക്കാൻ പറയും. അത് സാധാരണ ഹൈപ്പർടെൻസി എല്ലാം ഉണ്ടല്ലോ, നമ്മൾ 2 ഡോസ് കൊടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പ്രാക്ടീസിൽ തോന്നിയ കാര്യമാണ്. മേ ബി ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ എന്തായാലും ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അഡിനോയിഡ് ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും നല്ല. പിന്നെ അഗ്രാഫിസ് കണ്ടിന്യൂ ചെയ്യണം. 30 മതി. അഗ്രാഫിസ് 30 കണ്ടിന്യൂ ചെയ്യണം. ഒരു മാസം കഴിഞ്ഞ് വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ട്യൂബർക്കുലിനും 1 ഡോസ് കൊടുത്തേക്കും.
ഓക്കെ ഓക്കെ അതിന്റെ ഓക്കെ, താങ്ക് യു. കറന്റ് റെമഡി ട്യൂബർക്കുലം. വെക്കും ഞാൻ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. ആരും തയ്യാറായിട്ടില്ല. ആരും തയ്യാറായിട്ടില്ല. എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഏ അത് ബ്ലെസ്സി പോൾ ഡോക്ടറാണ്, ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ലതാന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പോഴാണ് അലാറം അടിച്ചത്. അപ്പൊ നമുക്ക് ഡോക്ടർ സ്വപ്ന നജീബ്, ഡോക്ടറെ തന്നെ വോട്ട് ഓഫ് താങ്ക്സിന് വിളിക്കാം. ഡോക്ടർ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും ഡോക്ടറെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിന് ഡോക്ടർ ബിനോയ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് വോട്ട് ഓഫ് താങ്ക്സ് പറയും. ഹരിഹരൻ ഡോക്ടറെ വളരെ നല്ല ലെസൺ ആയിരുന്നു. ഡോക്ടറെ മനസ്സിൽ തട്ടിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഒന്നല്ല, പല കേസസിന്, പല സിറ്റുവേഷൻസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അത് നമ്മുടെ ഡോക്ടേഴ്സിനെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് അക്യൂട്ട് കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ക്രോണിക് കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിനെ നമ്മളോട് ചേർത്ത് നിർത്തേണ്ടത്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഇങ്ങനെയുള്ള ടിപ്സ് നമ്മുടെ പാർട്ടിസിപ്പൻസ് പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇതുപോലുള്ള ടിപ്സായിട്ട് ഇനിയും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ ഹോമിയോപ്പതിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കിന് അവരുടെ പെയിൻ റിലീവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇനി ഇതുപോലുള്ള ടിപ്പുമായിട്ട് വരണമെന്ന് IFPHന്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി ഡോക്ടർ ബിനോയ്. അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നത്തെ ക്ലാസ് അതിഗംഭീരമാക്കിയ നമ്മുടെ ഹരിഹരൻ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നിരുന്നാലും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, എല്ലാവരും എൻ്റെ ഈ ക്ലാസ് ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് നന്ദിയും സ്നേഹവും ഉണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് തുറന്നു വെച്ച് തരാം. അത് ചിലപ്പം ഒരു നേരത്തെ നിങ്ങളുടെ മുമ്പ് നടന്ന ഒരു ക്ലാസ് എത്ര നല്ല ക്ലാസ്സാണ്, അവിടെ വൈഷ്ണവി ഡോക്ടറുടെ. അത് ശരിക്കും ടിപ്പിക്കൽ ക്ലാസിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ആ രീതിയിലും പ്രിസ്ക്രൈബ് ചെയ്യാം. ഞാൻ എൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രിസ്ക്രിപ്ഷനിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡിലും നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഞാൻ ഏത് രീതി പ്രിസ്ക്രൈബ് ചെയ്യണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ രീതി വേണം പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നാളെ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിന്റെ ഓർമ്മ ദിനമാണ്. അപ്പൊ അത് ഗംഭീരമാക്കാൻ നമ്മൾ IFPHും ഈ വേദിയിൽ നിങ്ങളുടെ എല്ലാം ഓർമ്മകൾ പങ്കുവെക്കാനായിട്ടുള്ള പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ഹരിഹരൻ നായർ സാറാണ് അതിന്റെ ഉദ്ഘാടകനായിട്ട് ആദ്യം അദ്ദേഹത്തിന്റെ ഓർമ്മ പങ്കുവെക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഇതേ താല്പര്യത്തോടു കൂടി തന്നെ എത്തണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.